ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും ശ്രീതു അങ്ങനെ പുറത്തായിട്ടുണ്ട്. ശ്രീതു മിഡ് വീക്ക് എവിക്ഷൻ വഴിയാണ് പുറത്തായത്. അപ്പം ഇനിയിപ്പം ഉള്ളത് ടോപ്പ് 5-ലുള്ള 5 പേര് തന്നെയാണ്. അങ്ങനെ ടോപ്പ് 5-ൽ എത്തിച്ചിട്ടുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ നടന്നതോടുകൂടി. ശ്രീതു ഒരുപക്ഷെ നേരത്തെ ഹൗസിൽ നിന്നും പോകേണ്ട അല്ലെങ്കിൽ എവിക്റ്റ് ആവേണ്ട ഒരാളായിരുന്നു. കാരണം ശ്രീതുവിനെക്കാട്ടി കുറച്ചും കൂടി നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ നേരത്തെ പുറത്തു പോയി. പക്ഷേ ശ്രീതുവിന് പ്രേക്ഷകരുടെ ആ വോട്ടിങ് കുറച്ചുകൂടെ കൂടുതലുള്ളത് കൊണ്ടാണ് ശ്രീതു ഇത്ര നാളവിടെ പിടിച്ചു നിന്നത്. കാരണം ശ്രീതുവിന് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് വോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ശ്രീതു അഭിനയിച്ച സീരിയൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ശ്രീതുവിന് വോട്ട് കൊടുത്തിരുന്നു. അതുപോലെ അർജുൻ നോമിനേഷൻ ഇല്ലാത്ത സമയത്ത് അർജുൻ്റെ ഫാൻസ് ശ്രീതുവിനെ വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശ്രീതു ഇത്ര നാൾ പിടിച്ചു നിന്നത്. അല്ലാതെ വലിയൊരു ഗെയിമർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഗെയിം കളിക്കുന്ന, ഒരു മീഡിയം രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളെന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ശ്രീതു പുറത്ത് പോയത് കൊണ്ട് തന്നെ ശ്രീതുവിന് കിട്ടേണ്ട വോട്ട് അർജുന് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ ജിൻഡോയുടെ അടുത്തെത്തുമോ അതോ ജിൻഡോയേക്കാൾ മുകളിൽ വോട്ട് കിട്ടുമോ നമുക്ക് ഇനിയും കണ്ടു തന്നെ അറിയാം. അങ്ങനെയുള്ള കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ശ്രീതുവിൻ്റെ ഫാൻസ് അർജുന് വോട്ട് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ വഴി ശ്രീതു പുറത്ത് പോയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരെന്നും കപ്പടിക്കാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥി ആരെന്നും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. എല്ലാ ലൈവ് അപ്ഡേറ്റുകളും ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. ഓക്കെ, ബൈ.